ഈ മാസം ദക്ഷിണ കേരള മഹായിടവകയുടെ ആത്മീകമായ വളർച്ചയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷകൾ നടത്തി തൻ്റെ ജീവിതം കൊണ്ട് തന്നെ സാക്ഷ്യം അനവധി സഭകളുടെ ഏകദേശം 15ഓളം സഭകൾ ദക്ഷിണ കേരള മഹായിടവകയ്ക്ക് വേണ്ടി സമർപ്പിച്ച് സമൂഹത്തിൻ്റെ നാനാജാതി മത വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് ദൈവത്തിൻ്റെ സാക്ഷ്യവുമായി കടന്നുപോയ സാധു ഡെന്നിസൺ പ്രസംഗിയാരുടെ ദേഹവിയോഗം നടന്ന ഒരു മാസത്തിലാണ് ഞാൻ നിങ്ങളും ആയിരിക്കുന്നത്. വിപ്ലവ രാഷ്ട്രീയത്തിൻ്റെ അമരക്കാരനായി തൻ്റെ ജീവിതം ആരംഭിച്ച് ജയിൽവാസം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും തൻ്റെ ബാക്കിയുള്ള ജീവിതം മുഴുവൻ ദൈവനാമ മഹത്വത്തിനു വേണ്ടി സമർപ്പിച്ച് ഒന്നിനു പുറകെ ഒന്നൊന്നായി പ്രതിസന്ധികൾ കടന്നു വരുംതോറും വിശ്വാസത്തിൻ്റെ അടിവേര് കൂടുതൽ ശക്തിപ്പെടുത്തിയ ശ്രേഷ്ഠനായ ആത്മീയ ദർശകനാണ് സാധു ഡെന്നിസൺ പ്രസംഗിയാർ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തോളം നൽകുവാൻ കഴിയുന്ന ഒരു സാക്ഷ്യം നമുക്ക് ഇല്ല എന്നുള്ളത് വാസ്തവവുമാണ്. പ്രിയരെ, ആ സാക്ഷ്യ കൂടാരത്തെ ഒരിക്കൽ കൂടെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ദക്ഷിണ കേരള മഹായിടവക യുവജന പ്രസ്ഥാനം ഈ വർഷം നാം സാക്ഷ്യ കൂടാരം എന്നുള്ള ചിന്ത രൂപപ്പെടുത്തുന്നത് അതിൻ്റെ പ്രാധാന്യവും എന്ത് എന്ന് ചോദിച്ചാൽ, സാക്ഷ്യ ജീവിതത്തിന് വില കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദൈവമാണ് തൻ്റെ ജീവിതത്തെ വഴി നടത്തുന്നു എന്ന് സാക്ഷി പറയുവാൻ മടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഏത് ഔദ്യോഗിക ഔന്നത്യ മേഖലകളിൽ കടന്നു പോകുന്നുവോ, ഉന്നതങ്ങളിൽ എത്തുന്തോറും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ സാധ്യതകളും സാഹചര്യങ്ങളും അനവധിയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രിയരെ, ഇതിൻ്റെ മധ്യേ ദൈവമാണ് നമ്മെ വഴി നടത്തുന്നുവെന്നും ദൈവമാണ് നമ്മെ കാത്തുപരിപാലിക്കുന്നതെന്നും ജീവനുള്ളവരുടെ ദേശത്ത് ആ ദൈവമാണ് സൂക്ഷിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലാണ് സാക്ഷ്യ കൂടാരം എന്നുള്ള ചിന്തയ്ക്ക് കാതലായ കാരണം. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: അവൻ സാക്ഷ്യമെടുത്ത് പെട്ടകത്തിൽ വച്ചു. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം മോശ ദൈവം നൽകിയ ന്യായപ്രമാണം അത് അടങ്ങിയ ആ കൽപ്പനകളെല്ലാം ഒരു പെട്ടകത്തിനകത്ത് സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു ഭാഗമാണ് 40-ാം അധ്യായം. ഈ സാക്ഷ്യപ്പെട്ടകം സമാഗമന കൂടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ തേജസ് നിറയുന്നതായി കാണുവാൻ കഴിയുന്നു. അപ്രകാരം പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി ദൈവത്തിൻ്റെ തേജസ് ആ ജനതയുടെ ഓരോ പ്രയാണങ്ങളിലും കൂടെയിരുന്നുവെന്ന് തിരുവചനം ഒരു നേർസാക്ഷ്യമായി നമ്മെ പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിലെ ഓരോ പ്രവാചക പുസ്തകങ്ങളിലും രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലും കാണുവാൻ കഴിയുന്നത് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്കൊരു വിളക്കായി അവരുടെ മധ്യയെ ആലോചനയായി കൂടെയിരുന്നു എന്നുള്ളതാണ്. അപ്രകാരം ഈ സാക്ഷ്യ കൂടാരം പുറപ്പാട് പുസ്തകം കാണുന്നത് പോലെ സാക്ഷ്യപ്പെട്ടകം സമാഗമന കൂടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ആ സമ്മേളനം, ദൈവത്തിൻ്റെ തേജസ് നിറയുന്ന ആ സാഹചര്യം, അപ്പോൾ ആ സാക്ഷ്യപ്പെട്ടകത്തിലെ സാക്ഷ്യവും സമാഗമന കൂടാരത്തിലെ കൂടാരവും മാറ്റിയെടുത്ത് സാക്ഷ്യകൂടാരം എന്നുള്ള ചിന്ത രൂപപ്പെടുത്തി. ഈ സാക്ഷ്യകൂടാരം ആരാണ്? പഴയ നിയമ പാഠഭാഗത്തിൽ ഈ സാക്ഷ്യകൂടാരം അവർക്ക് ഒരു ആലോചനയായി ദൈവിക തേജസ്സായി നിറഞ്ഞു നിൽക്കുകയും, പുതിയ നിയമ പാഠഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ വെളിപാട് പുസ്തകം അതിൻ്റെ 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആലയമായ സാക്ഷ്യകൂടാരം തുറക്കുന്നത് ഞാൻ കണ്ടുവെന്ന് യോഹന്നാനിലൂടെ വെളിപാടുണ്ടാകുന്നു. അപ്പോൾ ഈ സാക്ഷ്യകൂടാരം ഈ ലോകത്തിൽ മാത്രം പൂർണ്ണമല്ല, അത് ഞാനും നിങ്ങളും പ്രത്യാശയോടെ കാണുന്ന ആ ദൈവിക സാക്ഷ്യകൂടാരമായി സ്വർഗീയമായ ഭവനത്തെയും സൂചിപ്പിക്കുന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ സാക്ഷ്യകൂടാരങ്ങൾ സമ്മേളിക്കേണ്ട അവസാന ഘട്ടം ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ഇനി ഈ ദൈവത്തിൻ്റെ സാക്ഷ്യകൂടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതെങ്ങനെ? അവിടെയാണ് യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ
ദൈവം തന്നെ തൻ്റെ പുത്രനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രനെ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം എന്ത് എന്ന് ചോദിച്ചാൽ, ഇവനിൽ നിത്യജീവനുണ്ട്. ഇവനിൽ വിശ്വസിക്കുന്നവൻ ആ നിത്യജീവൻ ലഭ്യമാകും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 52 മുതലുള്ള ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ക്രിസ്തു തന്നെ ഈ ലോകത്തിൻ്റെ മധ്യയെ കടന്നു വന്നിട്ട് പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം ഞാനാകുന്നു. എന്നെ ഭക്ഷിക്കുന്നവൻ, എന്നെ പാനം ചെയ്യുന്നവൻ, അവനിൽ നിത്യജീവനുണ്ട്. അപ്രകാരം കുരിശിൻ്റെ ആഴമേറിയ ആ സത്യത്തിലേക്ക് തൻ്റെ ജീവൻ തന്നെ സമർപ്പിച്ചിട്ട് ക്രിസ്തു തന്നെ ഏറ്റവും വലിയ സാക്ഷ്യമായി ഈ ലോകത്തിൻ്റെ മധ്യേ നിന്നിട്ട് പാപത്തിൻ്റെ ശമ്പളം മരണമെന്നുള്ള ആ കൽപ്പന പ്രകാരം ഈ ലോകത്തിൻ്റെ പാപം സ്വീകരിച്ച് അതിനെ ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തു നിർദോഷമായ, യാതൊരു കുറവും കളങ്കവുമില്ലാത്ത ആ ക്രിസ്തു ഈ ലോകത്തിൻ്റെ മധ്യേ കുരിശിൽ യാഗമായി നിത്യജീവൻ എനിക്കും നിങ്ങൾക്കും ലഭ്യമാകുവാൻ. പ്രിയരെ, ഈ സാക്ഷ്യ കൂടാരം എന്നുള്ള ചിന്ത അതിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നത് ഈ ലോകത്തിൻ്റെ മധ്യേ അപ്രകാരം സാക്ഷ്യത്തെ പ്രസ്താവിക്കുന്നതിലൂടെയാണ്. കുറഞ്ഞ പക്ഷം 3 സാക്ഷ്യമെങ്കിലും ഓരോ പ്രസംഗത്തിലും ഈ സാക്ഷ്യ കൂടാരത്തെ സംബന്ധിച്ചിടത്തുള്ള യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കുറഞ്ഞ പക്ഷം ഈ ലോകത്തിൻ്റെ മധ്യേ ദൈവം ഇടപെട്ട 3 കാര്യങ്ങളെയെങ്കിലും പ്രസ്താവിക്കണമെന്ന് ഒരു തീരുമാനമെടുത്തു. അതാണ് തുടക്കത്തിൽ ഈ ലോകത്തിൻ്റെ മധ്യയെ, പ്രത്യേകിച്ച് ദക്ഷിണ കേരള മഹായിടവകയുടെ ചരിത്ര പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട സാക്ഷ്യമുള്ള ഒരു ജീവിതത്തെ പരിചയപ്പെടുത്തുക. അതിനെ തുടർന്ന് വേദപുസ്തക അടിസ്ഥാനത്തിൽ ലോകത്തിന് തന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായ സാക്ഷ്യം, അത് ക്രിസ്തുവിൻ്റെ ജീവിതം, ആ ഉന്നതമായ സാക്ഷ്യത്തെ പരിചയപ്പെടുത്തുക. അതോടൊപ്പം ഏത് വ്യക്തിയാണോ ഈ സാക്ഷ്യകൂടാരം എന്നുള്ള ചിന്തയെ അധികരിച്ച് പ്രസംഗിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഒരു ചെറിയ അനുഭവമെങ്കിലും പ്രസ്താവിക്കുക. അങ്ങനെ സാക്ഷ്യങ്ങളുടെ ഒരു കൂമ്പാരമായി, ഒരു കൂടാരമായി ആദിമ കാലങ്ങളിൽ ലോകത്തിൽ തന്നെ ഈ സുവിശേഷം വ്യാപരിക്കുന്നതിന് കാരണം ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടറിഞ്ഞത്, മനസ്സിലാക്കിയത് അവർ സാക്ഷ്യമായി പ്രസ്താവിച്ചു. നമ്മുടെ സഭാ പശ്ചാത്തലങ്ങളിൽ സംഭവിച്ചത്, ദേശത്തിൻ്റെ മധ്യേ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകളൊന്നുമില്ല, പക്ഷേ അയോഗ്യതകളുടെ മധ്യേ ദൈവം ഈ ദേശത്തിൻ്റെ മധ്യേ ഇടപെട്ട ഇടപെടലുകളെക്കുറിച്ച് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് സഭകളുടെ മധ്യേ, സമൂഹത്തിൻ്റെ മധ്യേ പ്രസ്താവിക്കുവാൻ ധൈര്യം കാണിച്ചപ്പോൾ ഈ സമൂഹം ആകമാനം ദൈവത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് ആ ദൈവിക നേർസാക്ഷ്യമാണ്. യുവജന പ്രസ്ഥാനത്തിലെ ഓരോ അംഗവും ഈ ദൗത്യം ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി സമർപ്പിച്ച് ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഒരു ഇടപെടലിനെയെങ്കിലും ദൈവനാമ മഹത്വത്തിനു വേണ്ടി പറയുമ്പോൾ അത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമായി തീരും. അവർ ഉൾപ്പെടുന്ന കുടുംബങ്ങളുടെ മധ്യേ ഒരു സാക്ഷ്യമായി തീരും. സഭയുടെയും സമൂഹത്തിൻ്റെ മധ്യേ ഒരു സാക്ഷ്യമായി തീരും. അപ്രകാരമുള്ള ഒരു സാക്ഷ്യത്തിൻ്റെ കൂടാരമാണ്, അതാണ് നിത്യജീവന അവകാശത്തിലേക്ക് നമ്മെ ആകർഷിക്കുന്നത്. പ്രിയരെ, ഈ ഒരു ചിന്തയെ അധികരിച്ച് ഈ ദേശത്തിൻ്റെ മധ്യേ ഞാനും നിങ്ങളും ദൈവനാമ മഹത്വത്തിനു വേണ്ടി സമർപ്പിക്കുമ്പോൾ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഇങ്ങനെയാണ്: വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ടു അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുകൊള്ളുക. ഈ ലോകത്തിൻ്റെ മധ്യേ ഏറ്റവും വലിയ മിഷണറിയായി ദൈവനാമ മഹത്വത്തിനു വേണ്ടി അതുവരെ ദൈവവിരോധിയായിരുന്ന ഒരു മനുഷ്യനെ ദൈവം മാറ്റിയെങ്കിൽ, ആ പൗലോസ് അപ്പോസ്തലനാക്കി രൂപാന്തരപ്പെടുത്തിയെങ്കിൽ, അദ്ദേഹം പറയുകയാണ്, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും മധ്യേ ഈ തിരുവചനം പറയുന്നത് വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പഠിച്ചിരുന്നത് 9 ഗ്രഹമുണ്ടെന്നാണ്. ഒരധ്യാപകൻ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ എണ്ണം കുറച്ചെഴുതിയാൽ പരീക്ഷയ്ക്ക് തോൽക്കും, അവർ അടിക്കുകയും ചെയ്യും. എൻ്റെ മക്കളെ ഞാനിന്ന് 9 ഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ അവരും പരീക്ഷയ്ക്ക് തോൽക്കും. കാരണം ഇന്ന് ശാസ്ത്രലോകം പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമെന്നത് 9 ഗ്രഹമില്ല, 8 ഗ്രഹമേ ഉള്ളൂ. പ്രിയർ, എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ ലോകത്തിൽ ആധികാരികമെന്ന് പറയുന്നത് ശാസ്ത്രലോകമെന്നാണ് എല്ലാവരും കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഞാനും നിങ്ങളും ഈ ലോകത്തിന് ഏറ്റവും കൂടുതൽ വില നൽകുന്നതും ഈ ശാസ്ത്ര യുഗത്തിനാണ്. സാങ്കേതിക വിദ്യകളെ ഏറ്റവും സ്വീകാര്യതയോടെ ഞാനും നിങ്ങളും സ്വീകരിക്കും. ഒരു പത്രത്തിൽ അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൽ ഒരു പരസ്യം വന്നാൽ ഞാനും നിങ്ങളും അത് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും. ഒരു ഉദാഹരണമായി, ഈ മൂന്നാറിലെ പുരോഹിതരുടെ കൂട്ടായ്മയെ പത്രമാധ്യമങ്ങളിലൂടെ
പുറത്തേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ ജനമെല്ലാം നെഞ്ചോട് ചേർത്ത് വെച്ചു. അവർ ചോദ്യം ചെയ്തു. ചില ആലയങ്ങളിൽ പുരോഹിതരോട് പലരും പറഞ്ഞു പോലും, ആലയത്തിൽ കടന്നു വന്ന് കോവിഡ് വ്യാപിപ്പിക്കല്ലേ. പ്രിയരെ, ഞാനും നിങ്ങളും ഈ ലോകത്തിൻ്റെ മധ്യയേക്ക് ഒരുപാട് ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഫോട്ടോ സെഷൻ കടന്നു വരുമ്പോൾ മുഖം മറച്ചു വെച്ച് ഫോട്ടോ എടുക്കുന്ന വ്യക്തികൾ ഞാനിതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ ഫോട്ടോ എടുക്കുന്ന ഒരു 3-4 മിനിറ്റ് സമയം മാറ്റിയ മാസ്ക്, ആ മാസ്കില്ലാതെ ഒരു ഫോട്ടോ എടുത്തു എന്ന പേരിൽ ഈ ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ആ ചിത്രം സഞ്ചരിച്ചു. മാധ്യമങ്ങൾ അതിന് കൂടുതൽ വില കൽപ്പിച്ചു, വാർത്താ പ്രാധാന്യം നൽകി. കൽക്കട്ടയിൽ എന്നോട് ബിഡിക്ക് പഠിച്ചിരുന്ന ഒരു കുട്ടി മിസോറാമിലുണ്ട്. പുള്ളിക്കാരി എന്നോട് വിളിച്ചു ചോദിക്കുകയാണ്, സജി, വേർ ആർ യു ഇൻ ദാറ്റ് പിക്ചർ? നീ എവിടെയാണ് സജി ഈ പിക്ചറിൽ? ഈ ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ പുരോഹിതരെ അപമാനിച്ച മറ്റൊരു സംഭവം പോലുമില്ല. പ്രിയരെ, ഇതിന് പിന്നിൽ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ജനമാണ്. നാം തന്നെയാണ് ഇതിന് കൂടുതൽ പബ്ലിസിറ്റി കൊടുത്തത്. കിട്ടുമ്പോൾ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു കമൻറ്റ്, അത് മുടങ്ങാതെ കൊടുക്കുവാൻ അനേകർ വളരെ രാത്രിയും പകലുമെന്നില്ലാതെ തയ്യാറെടുത്തു. അതിലും തീർന്നില്ല, കേസും കൊടുത്തു. 607 സഭകളുണ്ട്, പുരോഹിതരും സുവിശേഷകരുമുണ്ട്. ഏതൊരു കൊച്ചുകുട്ടിക്ക് അറിയാം ഒരു 300-350 പുരോഹിതരേ ഉള്ളൂ. പരാതി കൊടുത്തിരിക്കുന്നത് 607ഓളം പുരോഹിതർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നതാണ്. അങ്ങനെ പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരും ഇനിയും പുരോഹിതരാവേണ്ടവരും അങ്ങനെ തുടങ്ങി എല്ലാവരും, ഇനി ആരൊക്കെയുണ്ട്, എല്ലാവരുടെ പേരിലും കേസ് കൊടുത്തു. ഇങ്ങനെ പല രീതിയിലാണ് നമ്മൾ പല പബ്ലിസിറ്റിയും കൊടുക്കുന്നത്. കാരണം ഈ ലോകം കണ്ടതിനും കേട്ടതിനും പ്രാധാന്യം നൽകുന്ന ലോകമാണ്. ഒരുപക്ഷെ ഈ കിട്ടിയ പബ്ലിസിറ്റി കാരണം ചിലരെങ്കിലും ഈ ലോകത്തോട് പോലും വിട പറയുന്ന സാഹചര്യമുണ്ടായി. ഈ കോവിഡിൻ്റെ ആ കഠിനമായ അവസ്ഥയിൽ നമ്മുടെ സമൂഹത്തിൻ്റെ മധ്യേ ഈ ലോകം വിട്ടുപോയ പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ നമ്മുടെ ആലയങ്ങളിൽ തന്നെയുണ്ട്. അവർക്കൊരു അടക്ക ശുശ്രൂഷ നൽകുവാൻ പോലും വളരെയധികം വെല്ലുവിളികൾ. ആദ്യ തരംഗത്തിൽ ക്രിമേഷൻ പോലുള്ള ദഹിപ്പിക്കുന്ന ആ ഒരു നിലവാരത്തിലേക്ക് മാറ്റപ്പെട്ടു. രണ്ടാം തരംഗത്തിൽ ബോഡി വിട്ടു നൽകിയപ്പോൾ അടക്കത്തിന് വളരെയധികം വെല്ലുവിളികൾ. അപ്പോൾ ഈ സാഹചര്യങ്ങളുടെ മധ്യേ അടക്ക ശുശ്രൂഷകളിൽ ഈ യുവജന പ്രസ്ഥാനത്തിന് പങ്കെടുക്കുവാൻ കഴിഞ്ഞപ്പോൾ ഓരോ അടക്ക ശുശ്രൂഷയിലും ഞങ്ങൾ ദർശിച്ച ഒരു വലിയ വെല്ലുവിളി ഇതായിരുന്നു. ഒരു പിതാവ് മരിച്ചാൽ മാതാവോ മക്കളോ കടന്നു വരാത്ത സാഹചര്യം. ഒരു കുഞ്ഞ് മരിച്ചാൽ മാതാപിതാക്കൾ പോലും കോവിഡ് എന്ന ഭീതിയുടെ മധ്യേ മാറി നിൽക്കുന്ന സാഹചര്യം. പ്രിയരെ, ഈ വെല്ലുവിളികൾ ഈ ദേശത്തിൻ്റെ മധ്യേ കടന്നു വന്നപ്പോൾ ജീവിതം എന്നുള്ളത്, ആ ജീവൻ്റെ വില അത് കിട്ടുവാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന മനുഷ്യരെ കണ്ടു. പത്രമാധ്യമങ്ങളിലൂടെ ഞാനും നിങ്ങളും കണ്ടത് പല ഹോസ്പിറ്റലുകളിലും ഓക്സിജൻ സിലിണ്ടറുമായി നിൽക്കുന്ന രോഗിയുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന അനേകർ. പ്രിയരെ, ആദ്യ തരംഗത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ട ആ ശരീരത്തെ മുഴുവൻ മൂടിമറച്ച് ഒരു നോക്കം കാണുവാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ കൊണ്ട് ദഹിപ്പിക്കണം. ഈ സാഹചര്യത്തിൻ്റെ മധ്യേ ഉയർന്നു വന്ന ഒരു വെല്ലുവിളിയുണ്ട്. എന്തുകൊണ്ടാണിത്? ഈ മൂന്നാം തരംഗം ഇനി ഉണ്ടാകുമെന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ പറയുകയാണ്, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കോവിഡ് വ്യാപിക്കത്തില്ല. എവിടെയാണ് ശാസ്ത്ര ലോകത്തിൻ്റെ ആധികാരികത? ഈ ആദ്യ നാളുകളിൽ ഈ ദഹിപ്പിച്ചു കളഞ്ഞ ശരീരങ്ങളിൽ അവരുടെ ആന്തരിക അവയവങ്ങൾ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഇന്ന് ഉയർന്നു വരികയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടം ഏതെന്ന് ചോദിച്ചാൽ അവയവ കച്ചവടമാണ്. കിഡ്നിയെയും ആന്തരിക അവയവങ്ങളെയും ഈ ലോകത്തിൻ്റെ മധ്യേ കച്ചവടം ചെയ്യുന്ന വലിയൊരു കൊള്ള സംഘമുണ്ട്. ഈ കോവിഡ് എങ്ങനെ ഈ ലോകത്തിൻ്റെ മധ്യേ ഇത്രയും വെല്ലുവിളി ഉയർത്തി എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലും ഇത്തരത്തിലുള്ള അനേക ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. ഈ ശാസ്ത്ര ലോകത്തിൻ്റെ ആധികാരികത ഇവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. വിശ്വാസത്തിനായി നല്ല പോർ പൊരുതുക, അതോടൊപ്പം നിത്യജീവനെ പിടിച്ചുകൊള്ളുക. ഈ ഓക്സിജൻ സിലിണ്ടറും ഈ ശാസ്ത്രലോകം ഇത്രയും വികസിച്ചിട്ടും ലോകത്തിൻ്റെ ഒരറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ഈ കോവിഡ് വ്യാപിച്ചു എന്നുള്ളത് ദുഃഖകരമായ സത്യമാണ്. പ്രിയരെ, അവിടെ ജീവനുള്ളവരുടെ ദേശത്ത് ഇന്നും എന്നെയും നിങ്ങളെയും ശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് ദൈവം എന്തോ പ്രതീക്ഷിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം കൂടെ മറന്നു പോകരുത്. ഒരു വർഷം കൂടെ ഈ വൃക്ഷം നിൽക്കട്ടെ, ഫലം കായ്ച്ചില്ലെങ്കിൽ പിന്നെ വെട്ടിക്കളയാം എന്നുള്ള ഒരു ഉറപ്പോടെ ആയിരിക്കും ഞാനും നിങ്ങളുമായിരിക്കുന്നതെന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. ശാസ്ത്രം അപ്പോൾ കാണുന്ന തലത്തിൽ അവർ പേര് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഒരു കണ്ടുപിടുത്തം നടത്തുമ്പോൾ പറയുന്നു, ഒരു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഒരു ശാസ്ത്ര സംഘം അവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഒരു പ്രബന്ധം അവതരിപ്പിക്കുമ്പോൾ അനേക ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. ആ ഗവേഷണത്തിൽ അവർ നൽകുന്ന ഉത്തരങ്ങൾ ഈ ലോകം അംഗീകരിക്കുന്നു, അത് സത്യമായി പറയുന്നു എന്നുള്ളതാണ് സത്യം.
പ്രിയരെ, എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നത് ഒരു വള്ളിയോ ഒരു പുള്ളിയോ മാറ്റപ്പെടാത്ത രീതിയിൽ അത് സത്യമായി എൻ്റെ വചനത്തിന് മാറ്റമില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും ഇതിൽ വിശ്വസിക്കുവാൻ തയ്യാറില്ലാതായിരിക്കുമ്പോൾ ഈ സാക്ഷ്യകൂടാരം നൽകുന്ന ചിന്ത എന്തു എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യനും ഈ ജീവിതത്തെക്കുറിച്ച് ഗ്യാരൻ്റി ഇല്ല. പക്ഷേ ഗ്യാരൻ്റി നൽകിയത് സർവശക്തനായ ദൈവം തൻ്റെ പുത്രനെ പോലും ഈ ലോകത്തിലേക്ക് അയച്ച് ഈ ലോകത്തിൻ്റെ പാപത്തെ വഹിച്ചുകൊണ്ട് നിത്യജീവൻ ഉണ്ട് എന്ന് പ്രത്യാശയിൽ ധൈര്യപ്പെടുത്തിയ അനുഭവം. എൻ്റെ വൈഫിൻ്റെ വലിയച്ഛൻ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അദ്ദേഹം നല്ല ആരോഗ്യമുണ്ടായിരുന്നു, ഒരു സ്ഥാപനം നടത്തുകയാണ്. അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു. ഇവിടെ നിന്ന് പോയത് സ്വന്തമായിട്ട് അദ്ദേഹം വാഹനം ഒഴിച്ചാണ് പോയത്. പക്ഷേ മടങ്ങി വന്നത് ഒരു ആംബുലൻസിൽ ഒരു ശവശരീരമായി, ചേതനയറ്റ ഒരു ശരീരമായി അദ്ദേഹം മടങ്ങി വന്നു. എവിടെയാണ് ശാസ്ത്രലോകത്തിൻ്റെ ആധികാരികത? ഒരു ജീവൻ ഒരു ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നു, അവിടെ നിന്ന് ജീവൻ നഷ്ടപ്പെട്ട് മടങ്ങി വരുന്നുവെങ്കിൽ ഈ ശാസ്ത്രലോകം നൽകുന്ന ആധികാരികത എന്ത്? ആരിതിനെ ചോദ്യം ചെയ്യുന്നു? ഞാനും നിങ്ങളും വീണ്ടും വീണ്ടും ക്യൂ നിൽക്കുകയാണ് ആശുപത്രികളിൽ. ഞാനും നിങ്ങളും പറയുകയാണ് ഇവിടെയാണ് സത്യം, ഇവിടെയാണ് സത്യം. പക്ഷേ സ്വന്തം പുത്രനെ കുരിശിൽ ഈ ലോകത്തിൻ്റെ മധ്യേ തന്നെ യാഗമാക്കിക്കൊണ്ട് ദൈവം പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ നിത്യജീവനുണ്ട്. ആ പുത്രൻ പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. എന്നെ ഭക്ഷിക്കുന്നവൻ, എന്നെ പാനം ചെയ്യുന്നവൻ, അവർക്ക് നിത്യജീവനുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പ്രിയരെ, ഇതൊരു വിശുദ്ധ കുപ്പായമാണ്. ഈ വിശുദ്ധ കുപ്പായം ധരിക്കുവാനുള്ള ഒരു യോഗ്യതയും അവകാശവും എനിക്കില്ല. ഇന്ന് ഒരുപക്ഷെ ചില സോഷ്യൽ മീഡിയകളിലൊക്കെ എന്നെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ പറയുന്നു. അത്രമാത്രം നീചമായ അഴുക്കായ എന്നെ ഈ ഒരു വിശുദ്ധ കുപ്പായത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ സർവശക്തനായ ദൈവം അനുവദിച്ചുവെങ്കിൽ അത് ദൈവം, ജീവനുള്ള ദൈവം ആയതുകൊണ്ട് മാത്രമാണ്. അതല്ല എങ്കിൽ യാതൊരുവിധമായ സാധ്യതകളുമില്ലാത്ത എന്നെ ഈ ഒരു വിശുദ്ധ കുപ്പായം നൽകി ദൈവനാമ മഹത്വത്തിന് വേണ്ടി അനേകരുടെ മധ്യേ ഒരു സാക്ഷ്യമായി നിലനിർത്തിയെങ്കിൽ, പ്രിയരെ, ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ച് പറയുകയാണ്, ഈ ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ്. എന്നേക്കാൾ എത്രയോ യോഗ്യതയുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. എന്നേക്കാൾ എത്രയോ സാക്ഷ്യങ്ങൾ പറയുവാൻ ദൈവം നിരന്തരം ഇടപെടുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. പ്രിയരെ, നിങ്ങൾ ഓരോരുത്തരും ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചാൽ, ഈ ദൈവം ആവശ്യപ്പെടുന്നത് നമ്മുടെ യോഗ്യതകളൊന്നുമല്ല. എൻ്റെ അപ്പനും അമ്മയും അവരുടെ ജീവിതത്തിലെടുത്ത ഒരു തീരുമാനം ഇതാണ്: ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം എത്ര മക്കളെ നൽകുമോ അവരെ പൂർണ്ണമായി സമർപ്പിക്കുക. അത് ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം അവർക്ക് നൽകിക്കൊണ്ടാണ്. അപ്പനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. പക്ഷേ അവർ ഈ ലോകത്തിൽ ഏതൊക്കെ വിദ്യാഭ്യാസ സാധ്യതകൾ ഞങ്ങൾക്ക് നൽകാമോ അതൊക്കെ നൽകിക്കൊണ്ട് അവർ പറഞ്ഞ ഒരു തീരുമാനം ഇതായിരുന്നു. ഞങ്ങളെ വീണ്ടും വീണ്ടും പ്രബോധിപ്പിക്കുന്ന തീരുമാനം ഇതാണ്: നിങ്ങളെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ, ഒരു ദൈവവേലക്കാരനായി നിൽക്കുമ്പോൾ, മറ്റൊരു ജോലിയും ഒരു കൂലിയും ലഭ്യമാകാത്തത് കൊണ്ട് ദൈവവേലയ്ക്ക് വേണ്ടി പോയി എന്ന് ആരും പറയരുത്. അതുകൊണ്ട് പഠിക്കേണ്ടതിൻ്റെ എല്ലാ സാധ്യതകളും നൽകി ഞങ്ങളെ ബലപ്പെടുത്തി. പ്രിയരെ, അത് അവരുടെ സാക്ഷ്യമാണ്. അപ്രകാരം സാക്ഷ്യങ്ങളുടെ ഒരു വലിയ കൂമ്പാരം തന്നെ പറയാനുണ്ട്. മക്കളില്ലാതെ എന്നെ ദൈവത്തിൻ്റെ സാധ്യതകൾ ഒരുക്കി മക്കളെ നൽകി ബലപ്പെടുത്തിയെങ്കിൽ, ഇന്ന് 2 മക്കളാണ്, ദൈവം നൽകി ബലപ്പെടുത്തിയെങ്കിൽ, പ്രിയരെ, ഈ ലോകത്തിൻ്റെ മധ്യ സാക്ഷ്യങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ യോഗ്യതകൾ ദൈവം നൽകിയിരിക്കുകയാണ്. ആ ജീവിതത്തിൽ ദൈവം ആവശ്യപ്പെടുന്നത് ഇത്ര മാത്രമാണ്: നമ്മുടെ സമർപ്പണം. ഞാനും നിങ്ങളും ദൈവനാമത്തിന് വേണ്ടി സമർപ്പിക്കുന്നുവെങ്കിൽ, ദൈവം നൽകിയ പ്രവർത്തനങ്ങളെ ഒരാളോടെങ്കിലും പങ്കുവയ്ക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നുവെങ്കിൽ, ഈ ശാസ്ത്രവും ഈ ലോകവും ഏതൊക്കെ തലത്തിലേക്ക് വികസിച്ചാലും ഈ നിത്യജീവൻ്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമെന്നുള്ളതിന് യാതൊരുവിധമായ സംശയവുമില്ല. പ്രിയരെ, ഈ ലോകത്തെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ, പുതിയ ശാസ്ത്രജ്ഞന്മാർ പുതിയ തലത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയെ ഒരു പകർപ്പ് പോലെ പകർത്തി എഴുതുവാനാണ് അവർ ശ്രമിക്കുന്നത്. നമ്മൾ പകർത്തി എഴുതാറുണ്ട്, വേറൊന്നിൽ നോക്കിയിട്ട് നമ്മളിടും. പരീക്ഷയ്ക്ക് അങ്ങനെ നോക്കുമ്പോൾ കോപ്പിയടി എന്ന് പറഞ്ഞ് പുറത്താക്കും. പക്ഷേ ശാസ്ത്രജ്ഞരെ ഈ ലോകം അംഗീകരിക്കുകയാണ്, കോപ്പിയടിക്കുന്നവർ അംഗീകരിക്കുകയാണ്. എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ജീവനെ കൃത്രിമമായി എങ്ങനെ സൃഷ്ടിക്കാം എന്നുള്ളതാണ്. എന്നാൽ നിത്യജീവനെ പൂർണ്ണമായി നൽകിയ ആ ദൈവത്തെ, ഒരു മനുഷ്യൻ്റെ രൂപത്തെ, ഒരു മകുടമായ ദൈവത്തിൻ്റെ സ്വരൂപത്തിലൊരു മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ലോകത്തിൻ്റെ മധ്യേ മകുടമായി നിർത്തിയപ്പോൾ, ഇന്ന് ശാസ്ത്രജ്ഞർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലുള്ളൊരു മനുഷ്യനെ എങ്ങനെ സൃഷ്ടിക്കാം എന്നുള്ളതാണ്. ദൈവം മഴ ആവോളം നൽകി ബലപ്പെടുത്തുമ്പോൾ, ഇന്ന് ശാസ്ത്രജ്ഞർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്രിമമായി മഴ എങ്ങനെ
രൂപപ്പെടുത്താമെന്നുള്ളതാണ്. സൗഖ്യദായകനായി ദൈവം ഈ ലോകത്തിൻ്റെ മധ്യയെ മണ്ണുകൊണ്ടൊരു മനുഷ്യനെ നിർമ്മിച്ച് അവന് ശ്വാസം നൽകി ജീവനെ വീണ്ടെടുത്ത് ഒരു മനുഷ്യരൂപത്തിലാക്കിയപ്പോൾ, ലോകത്തിലെ ഏറ്റവും വലിയ ശസ്ത്രക്രിയ എന്ന് പറയുന്ന തലത്തിൽ ഒരു പുരുഷനിൽ നിന്ന് ഒരു സ്ത്രീയെ രൂപപ്പെടുത്തിയപ്പോൾ, പ്രിയരെ, ഇന്ന് ശാസ്ത്രജ്ഞർ അവർ പകർത്തി എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരു ഹൃദയം മാറ്റി മറ്റൊരു മനുഷ്യനിലേക്ക് എങ്ങനെ ഘടിപ്പിക്കാമെന്നുള്ളതാണ്. അങ്ങനെ ചിന്തിച്ചാൽ ഈ ലോകത്തിൽ ഇന്ന് വരെ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളെല്ലാം ഒരു പകർത്തെഴുത്ത്, ഒരു കോപ്പിയടി മാത്രമായിരുന്നു എന്നുള്ളത് സത്യമായി തീരുമ്പോൾ, പ്രിയരെ, ഈ വർഷത്തെ യുവജന പ്രസ്ഥാനം യുവാക്കളിലൂടെ നൽകുന്ന വെല്ലുവിളി ഇതാണ്. തങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ഒരു സാക്ഷ്യകൂടാരമായി രൂപാന്തരപ്പെടുത്തി ദേശത്തിൻ്റെ മധ്യയെ സാക്ഷി പറയുവാൻ തയ്യാറായ യുവതലമുറ രൂപപ്പെടണം. വെല്ലുവിളിയിൽ ഉയർത്തുന്ന യുവതലമുറയല്ല ആവശ്യം, ഗുണ്ടായുസം നടത്തുന്ന യുവതലമുറയല്ല ആവശ്യം. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആർജവത്തോടെ എൻ്റെ ദൈവമുള്ളത് കൊണ്ട് ഞാൻ ഈ ലോകത്തിൻ്റെ മധ്യേ നിൽക്കുന്നുവെന്ന് ഔദ്യോഗിക മേഖലകളിലൂടെ, ശാസ്ത്ര ലോകത്തിലൂടെ ഈ ദൈവമാണ് ഇതിനെല്ലാം കാരണമെന്ന് ഉയർത്തിപ്പറയുന്ന ഒരു യുവതലമുറ രൂപപ്പെടണം. അതിലൂടെ കുടുംബങ്ങൾ, സഭ, സമൂഹം, ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ നാമം അതിശക്തമായി പ്രഘോഷിക്കപ്പെടും. രോഗികൾ സൗഖ്യപ്പെടും, ദീനക്കാർ അവരുടെ ദീനങ്ങളെല്ലാം മാറും, കിടരോഗികൾ എഴുന്നേറ്റ് നടക്കുന്ന അനുഭവങ്ങൾ രൂപപ്പെടും. അപ്രകാരമുള്ള ഒരു സാക്ഷ്യകൂടാരം രൂപപ്പെടുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ആഴ്ചത്തെ യുവജന വാരത്തെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ദൈവനാമ മഹത്വത്തിന് വേണ്ടി അതിയായ കാര്യങ്ങൾ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ പ്രഘോഷിക്കുവാൻ സാക്ഷ്യമുള്ള തലമുറ ഈ സമൂഹത്തിൽ നിന്ന് രൂപപ്പെടുമാറാകട്ടെ. ആമേൻ. വളരെ തിരക്കുകളുടെ മധ്യത്തിലും നമ്മുടെ ഇടവകയിലെത്തി യുവജനവാര പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ച സ്നേഹമുള്ള റവറൻഡ് അഡ്വക്കേറ്റ് സജിയൻ സ്റ്റുവർട്ട് അച്ഛന് ആലപ്പുഴ ഇടവകയുടെയും CAF-ൻ്റെയും ഈ ജനത്തിൻ്റെയും പേരുള്ള ഹൃദ്യമായ നന്ദിയെ ഈ സമയം അറിയിക്കുന്നു. അച്ഛൻ ദീപം തെളിയിച്ച് ഔദ്യോഗികമായിട്ട് പ്രകാശം തെളിയിച്ചുകൊണ്ട് ഈ സാക്ഷ്യകൂടാരത്തിൻ്റെ യുവജനവാര ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് നിർവഹിക്കാനായിട്ട് ക്ഷണിക്കുന്നു.